രജിത്തെ ഇന്ന് എൻ്റെ കുറെ ഏകദേശം ഒരു 90-ന് പുറമോട്ടുള്ള കുറെ ഏറെ പൈസയുടെ കളക്ഷൻസ് ആണ് ഇതുണ്ട്. അതായത് ശങ്കേഴ്സ് ഐ കെയർ ഹോസ്പിറ്റലിന്റെ ഒരു കവറിനകത്തിട്ട് സൂക്ഷിച്ചിരുന്ന അലമാരി വൃത്തിയാക്കിയപ്പോൾ കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ 3-4 കിഴിയൊക്കെ ഉണ്ട്. കിഴിയൊക്കെ നമുക്ക് എടുത്ത് പരിചയപ്പെടുത്താം. അത് കൂടാതെ തന്നെ ഇത് ശരിക്കും പറയുന്നത് എൻ്റെ അല്ല, എൻ്റെ ജ്യേഷ്ഠന്റെ ഒരു അലമാരി വൃത്തിയാക്കിക്കൊണ്ട് നമുക്ക് കിട്ടിയതായിരുന്നു. ഇത്രയും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. മിക്കവാറും ഒക്കെ ലക്ഷങ്ങൾ വിലയെന്നൊക്കെ പറഞ്ഞ് ഓരോ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് കാണിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമുക്ക് ഈ 90-ന് മുമ്പോട്ടുള്ള പിള്ളേർക്കൊക്കെ അത്യാവശ്യം കൂടുതലായിട്ട് അറിയായിരിക്കും. 90, 2000, 2000-ന് 2005 വരെയൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ അത്യാവശ്യം ഇത് കാണുമ്പം പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഇത് പഴയ 100-ന്റെ നോട്ടായിരുന്നു. 100-ന്റെ നോട്ട്, അതായത് 1990-ലുള്ള 1 രൂപ നോട്ട്. 1 രൂപയുടെ തന്നെ കുറേ ഏറെ കളക്ഷൻസ് ഉണ്ട്. എന്താ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള. ഇപ്പം നിനക്ക് തന്നെ ഏകദേശം അറിയത്തില്ലായിരിക്കും ചില നോട്ടുകളൊന്നും. എനിക്ക് തന്നെ അത്യാവശ്യം ഓർമ്മയില്ല. വേണ്ട ചെറിയ നോട്ടുകൾ. ഇപ്പോൾ 1 രൂപയുടെ കോയിൻ തന്നെ അധികം കാണാനില്ല. 1 രൂപയുടെ തന്നെ കുറേ ഏറെ കളക്ഷൻസ് ഉണ്ട്. എടുത്തുണ്ട് വളരെ വ്യത്യസ്തത തോന്നുന്ന ആള് സ്കൂളിൽ പോകാനെ കൊണ്ടൊക്കെ ആയിട്ട് കിട്ടുന്ന പൈസ ഒക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ബാഗിലാക്കി വെച്ച് സൂക്ഷിച്ച കുറെ ഏറെ പൈസയുടെ കളക്ഷൻസ് ആയത്. ഇത് 1 രൂപയുടെ കണ്ടോ. ഇനി 2 രൂപയുടെ കളക്ഷൻ കാണിച്ചു തരാം. 2 രൂപയുടെ പഴയ ട്രാക്ടറിന്റെ പടമൊക്കെ എനിക്ക് ഓർമ്മ വരും. ഇത് പുലിയുടെ പടമുള്ള 2 രൂപ. ഇത് ശരിക്കും നമ്മളെ അന്ന് ഈ 2 രൂപയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള സമയമായിരുന്നു. ഈ 2 രൂപയൊക്കെ എന്ന് പറഞ്ഞാൽ കയ്യിരുന്ന് കഴിഞ്ഞാൽ നോട്ടായിട്ട് തന്നെ. ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഏകദേശം 25 പൈസ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. തുടങ്ങുന്ന സമയത്ത് ബിസ്മി ബസ്സിന് കൊടുക്കുന്നത്, ബിസ്മി തോപ്പിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ആള് കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ച് ഇങ്ങനെ പിറക്കി വെച്ചിട്ട് പിന്നെ അത് നടന്നു പോയിട്ട് 2 കിലോമീറ്റർ മാങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. അന്നത് ഗവൺമെന്റ് ഹൈസ്കൂളായിരുന്നു, ഇന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായി. അപ്പൊ ആ സ്കൂളിൽ പോകാനെ കൊണ്ട് വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ ഒക്കെ ആളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് ആ പൈസ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് നടന്നാൾ ഈ കുറുക്കുവഴി കൂടെ ആയിരുന്നു പോകുന്നത്, വൻവേലി കൂടെ ആയിരുന്നു കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്, മാങ്കോട് സ്കൂളിലേക്ക്. ആ കിട്ടുന്ന പൈസകളൊക്കെ സ്വരൂപിച്ചുണ്ടാക്കിയ അന്നത്തെ കളക്ഷൻ ആയത്. ഏകദേശം അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആളിങ്ങനെ കൊണ്ടുവന്ന് വെക്കലും എടുക്കലും ഒക്കെ. അങ്ങനത്തെ ഈ 2-ന്റെ കളക്ഷൻസ്. ഇനി 5-ന്റെ ഉള്ളത്. 5-ന്റെ ഉണ്ടില്ലയോ? 5-ന്റെ ഈ പൈസ ഒക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുവിധപ്പെട്ടവർക്കൊന്നും അറിയത്തില്ല. ആ 90, 95-ലൊക്കെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പോഴത്തെ പുതിയ തലമുറക്കൊന്നും അറിയാൻ, കണ്ടിട്ട് പോലും കാണാൻ വഴിയില്ല. ഇത് ഏകദേശമൊക്കെ അറിയാവുന്നതാണ്. ഇത് പുതിയ 5 രൂപ. ഇത് പുതിയ 5 രൂപ, ട്രാക്ടറിന്റെ പടമുള്ള 5 രൂപ. ഇത് പുതിയ 5 രൂപ. ഇനി 20-ന്റെ 10-ന്റെ ഈ പൈസ ആദ്യം ഇറങ്ങിയുള്ളത്. ഈ പൈസ ഒട്ടും തീരെ കണ്ടിട്ടില്ലാത്തൊരു പൈസ. ഈ പൈസ കണ്ട, ഈ കറുത്ത 10 രൂപ. അന്നൊക്കെ ഈ വെള്ളക്കകത്തൊക്കെ ഓരോരുത്തർ പേരൊക്കെ എഴുതി ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ടോ ഇതുണ്ടോ? അതായത് പായ്ക്കപ്പലിന്റെ ഒക്കെ പടമൊക്കെ ഉള്ള 10. ആരാ മേടിച്ചതിന് മണി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതും അത് തന്നെ. ഇതും 90, 85 കാലഘട്ടത്തിലുള്ള പൈസയാണ്. ഇത് ഏകദേശം 80-ലൊക്കെ ഇറങ്ങിയ പൈസയാണ്. 80, 85 ആ റേഞ്ചിൽ ഓടിയ പൈസ. ഈ കറുത്തതിന് വരുന്നതിന് മുമ്പ് ഇറങ്ങിയത്. ഈ കറുത്തതിന് മുമ്പിൽ ഇറങ്ങിയ പൈസ ഇത്. എന്താണ്ടാ ഈ പൈസ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിനകത്തെ പടങ്ങളൊക്കെ കണ്ടോ? മാനുണ്ട്, അത്യാവശ്യം മയില്, ഒരു പൂവുണ്ട്, ചെറിയ കുതിരയുണ്ട്. അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള പൈസ. ഗാന്ധിജി ഇല്ല ഇതിനകത്ത് ഗാന്ധിജി ഇല്ല. കണ്ടോ? അങ്ങനെ ഈ പൈസയുടെ കളറേ വ്യത്യാസമാണ്. തനി, അതായത് നനഞ്ഞു കഴിഞ്ഞ ഈ പേപ്പർ അത്യാവശ്യം നശിച്ചൊന്നും പോകത്തില്ല, പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. ഇതിനകത്ത് ഒരൊറ്റ പടം മാത്രമേ ഉള്ളൂ, പായ്ക്കപ്പലിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതുണ്ട്. പിന്നെ ഈ 5 രൂപ കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളത് ഈ കവറിനകത്തിരിക്കുന്ന കുറെ ഏറെ പഴയ പൈസയുടെ ചെറിയ ചെറിയ പൈസയുടെ കളക്ഷൻസ് ആണ്. ഈ പൈസ ഒക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള പൈസകളാണ്. അന്നിത് 90 കിഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഈ പൈസ അറിയാൻ പറ്റും. കുറെ ഏറെ പൈസയുടെ കളക്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് 60 പൈസ വരെ ഉണ്ട് കേട്ടോ. വേണ്ട 50 പൈസ, വേണ്ട പഴയ 5 പൈസ, അതുപോലെ 10 പൈസ, അതുപോലെ 25 പൈസ സ്റ്റാർട്ട് ആവുന്ന 25 പൈസ. ഈ 50 പൈസ ഒക്കെ ഏകദേശം 2000-ലുള്ള പിള്ളേർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാൻ പറ്റും. അതേമാതിരി തന്നെ 25-ന്റെ വേറൊരു സൈസ് കണ്ടോ. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാലെ കൊണ്ട് 1 പൈസ ഉണ്ട്. 1 പൈസ കണ്ടോ, 1 പൈസ. അതുപോലെ തന്നെ 25-ന്റെ തന്നെ കാണിച്ചായിരുന്നു. 2-ന്റെ ഒക്കെ ഏകദേശം ഇപ്പോഴും അറിയാവുന്ന. ഈ 50-ൻ്റെത്
ഇന്ദിരാഗാന്ധിയുടെ തലയുള്ള 50-ൻ്റെ പൈസ. അതുപോലെ തന്നെ ഇതെത്രയാ 2 പൈസ, 2 അണ എന്ന് പറയുന്ന പൈസ. ഇതൊന്നും ഇപ്പോഴും ശേഖരണത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. കണ്ടോ 25 പൈസ, ചെറിയ 25 പൈസ. അതുപോലെ തന്നെ 50-ൻ്റെ ഒക്കെ കുറേ ഏറെ കളക്ഷൻസ് പൈസ ഉണ്ട് 2 സൈഡും. കണ്ടോ വേണ്ട പഴയ 5 രൂപ കണ്ടോ, നല്ല വീതിയുള്ള 5 രൂപ. തൂക്കത്തിൽ കൊടുത്താൽ തന്നെ ഇപ്പോഴത്തെ 5 രൂപ 2 രൂപ വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ വ്യത്യാസമാണ്. കണ്ടോ ഈ 2 രൂപ. അതേപോലെ തന്നെ ഇത് 5 രൂപ. ഇത് നമ്മുടെ 5 രൂപയാണ്, ഇവിടുത്തെ 5 രൂപ. ഈ 5 രൂപ ഒന്നും ഒരുവിധപ്പെട്ട ആരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇത് എത്രയാണെന്നറിയാമോ? ഇത് ഇവിടുത്തെ പൈസ അല്ല, ഇത് 5 രൂപ, ഇവിടുത്തെ 5 രൂപ. പിന്നെ ഇത് 1 രൂപ ഉണ്ട്, പിന്നെ 50 പൈസ ഉണ്ട്. വേണ്ട ഈ 1 രൂപ വളരെ വെറൈറ്റി ആയിട്ടുള്ള 1 രൂപ. നെൽക്കതിരൊക്കെ ഉള്ള, നെൽക്കതിരിൻ്റെ 1 രൂപ വേറെ ഉണ്ട്. കണ്ടോ ഇതൊന്ന് അതിനകത്ത് ഡേറ്റ് ഉണ്ടല്ലോ 1961. ഏതാ ഇതെത്ര? ഇത് 1961 പൈസയാണ്. ഇത് 1961 പൈസ. ഈ പൈസ കണ്ടോ, ഈ പൈസ. അതുപോലെ പൈസയ്ക്കകത്ത് എല്ലാം ഡേറ്റ് ഉണ്ട്. എല്ലാം 90-ന് പുറമോട്ടുള്ള പൈസകളാണ്. ഇരിക്കുന്ന പൈസയുടെ കളക്ഷൻസ് മുഴുവനും 1942, 1992 വരെ. കണ്ടോ ഈ പൈസ 1 രൂപ 1942 പൈസ. ഇത് ഈ 50 പൈസ തന്നെ, ഈ 50 പൈസ കണ്ടോ, ഇതും നല്ല പഴയ പൈസയാണ്. ഏകദേശം ഇത് കണ്ടോ 1972, 47 മുതൽ 72 വരെ യൂസ് ചെയ്ത പൈസകളാണ്. ഇത് 3 പൈസ 3 അണയുടെ 1964 ഈ പൈസ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ 50 പൈസ ഉണ്ട്. താണ്ട് ഇത് കണ്ടില്ലേ എന്തോരം പൈസയുടെ കളക്ഷൻസ് ആണെന്നറിയാം. ചെറിയ പൈസകൾ ഒരുപാട് പൈസ ഉണ്ട്. 20 പൈസ പിന്നെ നമ്മൾ കാണിച്ചില്ലായിരുന്നു. 1987 ലും 20 പൈസ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ആകെ 20 പൈസയ്ക്ക് ആദ്യം സ്കൂളിൽ പോകുന്നത്. അതേമാതിരി തന്നെ ഇതെത്രയെന്നറിയോ? 1954 അണ പൈസ, അതായത് 1/2 പൈസ. പറഞ്ഞ മനസ്സിലായി? 1 രൂപയും ഇല്ല, 1/2 പൈസ. കണ്ടില്ലേ നേരെ 50 പൈസയുടെ. ഇത് കാലണയാന്ന് തോന്നുന്നു. 1954 പൈസ. ഇത് അതായത് കാലണ പൈസ. ഇത് കണ്ടോ ഇത്രയേറെ പൈസയുടെ കളക്ഷൻസ് ഉണ്ട്. കണ്ടില്ലയോ? അതേമാതിരി തന്നെ 5 രൂപ. ഈ 5 രൂപ ഒന്നും ഏകദേശപ്പെട്ടവർക്കൊന്നും അറിയായിരിക്കും. 90-കളിന് മുമ്പോട്ടുള്ളവർക്കായിരിക്കും കൂടുതൽ അറിയാൻ പറ്റുന്നത്. ഇത് 2006 വരെ എഴുതിയിട്ടുണ്ട്. 1930 തൊട്ട് 2005 വരെ എഴുതിയേക്കുന്ന പൈസ. ഇത് സത്യാഗ്രഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അമ്മായിരയുടെ പൈസ 10 പൈസ. 10 പൈസയുടെ ചെറിയ 10-ൻ്റെ പൈസ. കണ്ടോ? അതുകൂടാതെ തന്നെ ഈ കിഴിക്കകത്തുണ്ട്, വേറെ ഉണ്ട്. മറ്റ് രാജ്യങ്ങളുടെ കുറേ ഏറെ പൈസയുടെ കളക്ഷൻസ് ഉണ്ട് ഇതിനകത്തുണ്ട്. ഇന്ന് ഈ പൈസ ഒക്കെ കൂടുതലും കാണുന്ന സമയത്ത് കൂടുതലൊരു കൗതുകം തന്നെ ആയിരിക്കും. അതായത് അന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികളും ചെറിയ പിള്ളേരൊക്കെ ഏകദേശം ഈ പൈസകളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ച് വഞ്ചിയിലിടക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പൈസ കൂടാതെ കിഴിയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ പൈസകളാണ്. ഏകദേശം ഒരു 5-6 രാജ്യങ്ങളുടെ പൈസ ഇത് വേറെ ഉണ്ട്. അന്നേ സമയത്ത് ശേഖരിച്ച് വെച്ച പൈസയുടെ കളക്ഷൻസ് ആയിരുന്നു ഇവരുള്ളത്. ഇത് ഞാൻ തട്ടിയിട്ട് കാണിച്ചത്. അതായത് ഈ എൻ്റെ കയ്യിരിക്കുന്ന പൈസ നൈജീരിയൻ്റെ പൈസയാണ്, 10 പൈസ. അതും ഏകദേശം 1990-ലുള്ള പൈസകളാണ്. അതാണ്ട് ഇതും വേറെ രാജ്യങ്ങളുടെ പൈസകളാണ്. കണ്ടോ? ഇതും കാശൊക്കെ ഉള്ള സമയത്ത് യൂറോപ്പ് രാജ്യങ്ങളുടെ ഏറെ പൈസകളാണ്. അറബ് രാജ്യങ്ങളുടെ പൈസ ഉണ്ട്. സൗദി അറേബ്യയുടെ പൈസ ഉണ്ട് ഇതിനകത്തുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെ പൈസ ഉണ്ട്. മാൾട്ടയുടെ പൈസ ഉണ്ട്. നൈജീരിയയുടെ പൈസ ഉണ്ട്. അങ്ങനെ കുറേ ഏറെ പൈസയുടെ കളക്ഷൻസാണ്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൈസകൾ മുഴുവൻ ശേഖരിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠനാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ പൈസ അല്ല. ഏകദേശം ആളുടെ കുറേ നാളത്തെ കഷ്ടപ്പാടും അന്നത്തെ ആ സമയത്ത് ഇത്രയൊക്കെ പൈസകൾ ഈ 100-ൻ്റെ നോട്ടൊക്കെ അന്ന് ചിലവാക്കാതെ ശേഖരിച്ച് വെക്കണമെങ്കിൽ ഈ 100-നൊക്കെ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് ശേഖരിച്ച് വെച്ചിട്ട് ഒരു അലമാരി വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ കിട്ടിയ പൈസയാണ്. ഏതായാലും ആളുടെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട അത്യാവശ്യം എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്നൊക്കെ നടന്നിട്ടുണ്ടെന്ന് പുതിയ തലമുറയെ അറിയിക്കണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.